ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നുപോകുന്നത്. കൃഷ്ണ, കാവേരി, ഗോദാവരി, ഭീമ എന്നീ നദികൾ ഈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പശ്ചിമഘട്ടം ജൈവ വൈവിധ്യങ്ങളുടെ ഹോട്ട്സ്പോട്ടാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ കൊണ്ട് പശ്ചിമഘട്ടം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത്യപൂർവ സസ്യജന്തുവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ കാണപ്പെടുന്ന എല്ലാ സസ്യജന്തുജാലങ്ങളുടെയും ഏകദേശം 30% ഇവിടെയാണ് കാണപ്പെടുന്നത്. തദ്ദേശീയമായി കാണപ്പെടുന്ന ധാരാളം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണിത്. ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന 325 ജീവിവർഗങ്ങളെങ്കിലും പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി താർ സംരക്ഷിക്കുന്ന ഇടമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മറ്റൊരു മൃഗമാണ് ഇന്ത്യൻ ഗൗർ. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി മാർട്ടൻ, ഏഷ്യൻ ആന, നീലഗിരി ലങ്കൂർ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി മൃഗങ്ങളുടെ ആവാസ മേഖലയാണ് പശ്ചിമഘട്ടം.